ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. പിതാവും രണ്ടാനമ്മയും അറസ്റ്റ്. കോതമംഗലം നെല്ലിക്കുഴിയിലെ 6 വയസ്സുകാരിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി. പിതാവും രണ്ടാനമ്മയും അറസ്റ്റിലായി. കോതമംഗലം നെല്ലിക്കുഴി ഇരുമ്പലപ്പടിയിൽ 6 വയസ്സുകാരിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. വളരെ അൺഫോർച്ചുനേറ്റ് ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം 8 മണിക്ക് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഒരു 6 വയസ്സുള്ള ഒരു പെൺകുട്ടി മുസ്കാൻ UP സ്വദേശിനിയാണ്. ഇവിടെ കേരളത്തിലെ കഴിഞ്ഞ 4 വർഷം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ അച്ഛൻ പിന്നെ അമ്മലെ കൂടെ ഈ അവളുടെ ഈ ഡെത്തിന്റെ ഒരു സൂചന വന്നിരുന്നു. ഉടൻ തന്നെ പോലീസ് അവിടെ സ്ഥലത്തിലെത്തി. പിന്നെ അവിടെ ബോഡിയുടെ എല്ലാ അവിടെ സീനിന് എല്ലാ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് എൻക്വയസ്റ്റ് നടത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബോഡിക്ക് പോസ്റ്റ്മോർട്ടം വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നു. കൂടാതെ സൈമൾട്ടേനിയസ്ലി കുറേ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ് അവിടെ, ഫോറൻസിക് എക്സ്പേർട്സ്, സയന്റിഫിക് എക്സ്പേർട്സ് അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്തിരുന്നു, തെളിവുകൾ കളക്ട് ചെയ്തിരുന്നു. ഇത് DYSP PM ബൈജു, പിന്നെ IPSHO വിജയ് കോതമംഗലം, അത് ബാക്കി എല്ലാ ടീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പോസ്റ്റ്മോർട്ടമിൽ കിട്ടിയിട്ടുള്ള ഇത് റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഒരു സ്മോട്ടറിംഗ് ആണ്. ഇത് നമുക്ക് ഉടൻ തന്നെ കുറച്ച് സംശയം തോന്നി, മർഡറാണ്. ഈ കുട്ടിയുടെ അച്ഛൻ പിന്നെ രണ്ടാമത്തെ അമ്മ സ്റ്റെപ്പ് മദറാണ്. UP സ്വദേശിയായ കുട്ടിയുടെ മരണത്തിൽ പിതാവ് അജാസ് ഖാനെയും രണ്ടാനമ്മയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപമാണ് സംഭവം. ഉത്തർപ്രദേശ് സ്വദേശികളായ ദമ്പതികൾക്ക് 2 കുട്ടികളാണുള്ളത്. ഒരു കൈക്കുഞ്ഞും 6 വയസ്സുകാരിയായ മകളും. കഴിഞ്ഞ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ല. തുടർന്ന് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നെന്നും മാതാപിതാക്കൾ പറയുന്നു. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അച്ഛനും അമ്മയും ഒരു മുറിയിലും കൈക്കുഞ്ഞും 6 വയസ്സുകാരിയും മറ്റൊരു മുറിയിലുമായിരുന്നു എന്നാണ് മാതാപിതാക്കൾ നൽകിയ മൊഴിയെന്ന് പോലീസ് പറയുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് മരണം കൊലപാതകമെന്നും നടത്തിയത് രണ്ടാനമ്മയാണെന്നും തെളിഞ്ഞത്. രാവിലെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഇത് എന്താ ശരിക്കും എന്താ സംഭവിച്ചു, ഇപ്പോൾ നമ്മൾ എല്ലാ ടൈം ലൈൻ റീകൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് ഈ സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇൻവെസ്റ്റിഗേഷനിൽ ബാധിക്കാതെ അത് ഈ സമയത്ത് ഒന്നും പറയാൻ പറ്റിട്ടില്ല. എല്ലാ ആംഗിൾസ് ഓപ്പൺ ആണ് ഈ സമയത്ത്. ജസ്റ്റ് ഇത് മാത്രം ആണ്. ഇത് പോസ്റ്റ്മോർട്ടമിൽ ഒരു സ്മോട്ടറിംഗ് ഉള്ള റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയുള്ള ഡോക്ടർ, കാരണം നോസ്ട്രൽസിൽ അപ്പോഴത്തെ ബ്ലഡ് ഉണ്ടായിരുന്നു, പിന്നെ ലങ്സിൽ കുറേ പെറ്റിക്കൽ ഹാമറേജസ് ഉണ്ടായിരുന്നു. ഒരു വളരെ ക്ലാസിക് സൈൻ ആണ് സ്മോട്ടറിംഗിന്. പിന്നെ ബ്രെയിനിയോമിൽ ഇഡിമാറ്റസ് ഇഞ്ചറി ആയിരുന്നു. ബാക്കി പ്രത്യേകിച്ചും പുറത്തുനിന്നും കാണുമ്പോൾ ഇഞ്ചറി ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇത് എല്ലാ ഫൈൻഡിങ്സ് വന്നിരുന്നു. പക്ഷേ നമുക്ക് രാവിലെ മുതൽ ന്യൂസ് ബ്യൂറോ, കോതമംഗലം.